secular ideology be an important remedy for India's communal problem, as Paulos Ma Grigoris Sirmeni rightly states in his book? Can you please explain? തിരുമേനി അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ വർത്തമാനകാല വർഗീയ സ്വഭാവങ്ങൾ അതെല്ലാ മതങ്ങളിലും ഇപ്പോൾ ഒരു തീവ്രവാദപരമായ സ്വഭാവമുണ്ട്. ഫണ്ടമെൻ്റലിസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സങ്കുചിതത്വത്തിന് പരിഹാരം യഥാർത്ഥത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സെക്കുലറിസം അതിനൊരു റെമഡിയല്ല എന്നാണ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഒരു നിരീക്ഷണം. അതിൻ്റെ തിരുമേനി കൃത്യമായിട്ട് ആ സെക്കുലർ സ്റ്റേറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും സെക്കുലറൈസേഷൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ലൈറ്റ് ടു ബ്രൈറ്റിലും എൻലൈറ്റൻമെൻറ്റിലും പിന്നെ ഈ സെക്കുലർ ഐഡിയോളജി എന്നുള്ള ഗ്രന്ഥത്തിലുമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ മതവർഗീയതയുടെ കമ്മ്യൂണലിസത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് തിരുമേനി കാണുന്നത് മതത്തിൻ്റെ മാത്രം ഒരു വയലൻസ്, ആ ഒരു നേച്ചറിൻ്റെ പ്രശ്നമല്ല അത് എന്ന് തിരുമേനി പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇടപെടൽ അതിനകത്തുണ്ട്. പ്രത്യേകിച്ചും അയോധ്യ പോലുള്ള വിഷയങ്ങളിൽ തിരുമേനി പ്രതികരിച്ചിരിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലമാണെന്നാണ് തിരുമേനി പറയുന്നത്, റിലീജിയസ് ഇഷ്യൂ അല്ല എന്ന് തിരുമേനി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം തിരുമേനി പറയുന്നത് മതജീവിതം നയിക്കുന്ന ആളുകളുടെ ഒരു ജീർണതയും ഒരു ഡീഗ്രഡേഷനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ദുഷിച്ച ഒരു രാഷ്ട്രീയവും, അത്ര സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത ഒരു രാഷ്ട്രീയം, ഇത് തമ്മിലൊന്ന് കണക്റ്റ് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നാണ് തിരുമേനിയുടെ ഒരു നിരീക്ഷണം. അപ്പോൾ അതിന് പരിഹാരം തിരുമേനി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുമേനി ഉദ്ധരിക്കുന്നത് മഹാനായ അശോകൻ്റെ കാര്യം പറയുന്നുണ്ട്. അശോകൻ്റെ ഒരു ധർമാധിഷ്ഠിതമായ രാജ്യം എന്ന് പറയുന്നൊരു സ്വപ്നമുണ്ട്, ധർമ്മം. ആ ധർമ്മത്തിനകത്ത് നീതിയും സത്യവുമുണ്ട്. തിരുമേനി അടിസ്ഥാനപരമായിട്ട് ഈ കമ്മ്യൂണൽ പ്രോബ്ലംസിൻ്റെ റീസണായിട്ട് പറയുന്നത് അനീതിപരമായ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. പ്രോബ്ലംസിൻ്റെ അടിസ്ഥാന കോസ് അതാണെന്നാണ് പറയുന്നത്. കാരണം സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ പല തട്ടിൽ ആളുകൾ വരികയാണ്, പല ഗ്രേഡിൽ പല ക്ലാസ്സിലേക്ക് ആളുകൾ വരികയാണ്. അപ്പോൾ പല ക്ലാസ്സിലേക്ക് ആളുകൾ വരുമ്പോൾ ഭാഷയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഈ പ്രാദേശികമായ സ്ഥലങ്ങളുടെ പേരിലൊക്കെ ആളുകളെ ഒന്നിപ്പിക്കാനും ഗ്രൂപ്പുകളാക്കാനും അവർ തമ്മിൽ പോരടിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം ഉണ്ടാകും. അതാണ് അതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് തിരുമേനി പറയാൻ കാരണം. അതിലൊരു ഘടകം മാത്രമേ മതമാകുന്നുള്ളൂ. ഭാഷയുണ്ട്, പ്രാദേശികതയുണ്ട്. അത് ഇന്ത്യയിൽ നമുക്ക് വളരെ ജാതിയുണ്ട്, ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. അപ്പം അതിന് രണ്ട് തരത്തിൽ തിരുമേനി ഒരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന് തിരുമേനി പറയുന്നത് ഒരു നീതിയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി, എല്ലാവർക്കും ഒരുപോലെ തുല്യതയും ഒരു സമദർശനവുമൊക്കെ ഉളവാകുന്ന തരത്തിലുള്ള ഒരു സംസ്കൃതി രൂപപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത് തിരുമേനി പറയുന്നത് എല്ലാ മത നേതൃത്വങ്ങളിലും ഒരു പ്രബുദ്ധമായ നേതൃത്വം, ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം എല്ലാ മതങ്ങളുടെയും ഒരു പരിമിതി തിരുമേനി പറയുന്നത് എല്ലാവരും അവരവരുടെ ഒരു തനതായ ഒരു സ്വത്വത്തിനകത്ത് ആ പൈതൃകത്തെ മാത്രം അന്വേഷിക്കുകയും മറ്റ് മതങ്ങളുടെ പൈതൃകങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ മാനവിക ദർശനങ്ങളെയോ ഒന്നും കണക്കാക്കാതെ തന്നിൽ തന്നെ ചുരുങ്ങാനുള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ കാണുന്നുണ്ട്. അതാണ് ഈ ഫണ്ടമെൻ്റലിസത്തിലേക്ക് അടിസ്ഥാനപരമായിട്ട് നയിക്കുന്നതും അത് വേറൊരാളെ നമുക്ക് മനസ്സിലാവാതെ പോകുന്ന അപ്പോഴാണ്. മനുഷ്യനെ മനുഷ്യൻ എന്ന നിലയിൽ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മുടെ അമിതമായ ഈ ഫണ്ടമെൻ്റലിസം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് കുറേ കൂടി എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു നേതൃത്വം എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും തിരുമേനി നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് നമുക്ക് പറയാവുന്ന സംഗതിയാണ് തിരുമേനി സെക്കുലറൈസേഷൻ്റെയും സെക്കുലറിസത്തിൻ്റെയും ചരിത്ര പശ്ചാത്തലം പറയുന്നത്. അതെന്തുകൊണ്ട് ഇന്ത്യയിൽ പ്രാക്ടിക്കൽ ആവുന്നില്ല അല്ലെങ്കിൽ ഒരു റെമഡിയായിട്ട് വരുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ചും നെഹ്റുവിയൻ ഒരു സെക്കുലർ കാഴ്ചപ്പാടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ ബാലഗംഗാധര തിലകനൊക്കെ ആദ്യം ഉദ്ദേശിച്ചിരുന്ന ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ട് തന്നെയാണ്. പക്ഷേ മഹാത്മാഗാന്ധിയുടെയും പിന്നീട് നെഹ്റുവിൻ്റെ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പറും സെക്കുലർ കാഴ്ചപ്പാടും ഒക്കെ ചേർന്നിട്ടാണ്
അതിൻ്റെ ഒരു ബദൽ സംവിധാനം പോലെയാണ് ശരിക്കും. പിന്നെ അംബേദ്കറുടെ ഒരു ശക്തമായ സ്വാധീനവുമുണ്ട്. ഇവിടെ മതാധിഷ്ഠിതമല്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപരേഖ രൂപപ്പെടുന്നത്. കാരണം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന രീതിയിൽ ആരംഭിക്കാൻ വോട്ടിട്ടുണ്ട്. അപ്പം ബട്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്, അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെയിം ഇതാണ് അത് ഇതിലെടുത്തിരിക്കുന്നത്. അപ്പം അന്ന് വോട്ടിട്ടപ്പോൾ ഏതാണ്ട് 61-48 അങ്ങനെ എങ്ങനെയാണ്, ദൈവത്തിന് 40 ചില വോട്ടേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഭൂരിപക്ഷം മറ്റേതിനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രത്യേക മതത്തിൻ്റെ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ ഇത് വരുമ്പോഴേക്കും ഇവിടെ നേരെ അതിന് ബദലായ ഒരു സംവിധാനമായിട്ടാണ് ശരിക്കും വിഭാവനം ചെയ്തതെന്ന്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ, അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ സെക്കുലർ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അപകടം, ഈ സെക്കുലർ എന്നുള്ളത് ഇന്ത്യയിൽ ഇപ്പം നോർമലി നമ്മളെല്ലാവരും കണക്കാക്കുന്നത് മതനിരപേക്ഷം, മതേതരത്വം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത് പോലെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, സ്റ്റേറ്റ് ഒരിക്കലും റിലിജിയൻ്റെ കാര്യത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തരുത്, മതത്തിൻ്റെ പേരിൽ ആരെയും വിവേചിക്കരുത് എന്നൊക്കെയുള്ള ആനുകൂല്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എല്ലാ മതങ്ങളും ഒരുപോലെ തുല്യമാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്, ആദരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള നിലയിലുള്ള ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ മതേതരത്വത്തിൻ്റെ അർത്ഥമല്ല, സെക്കുലറിസത്തിൻ്റെ അർത്ഥമല്ല വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിലുള്ളത്. അതാണ് തിരുമേനി വളരെ എടുത്തു പറയുന്നത്. അവിടെ ഒരു ദൈവനിരാസമുണ്ട്, ദൈവമില്ലായ്മയുണ്ട്, ചർച്ചിനോടുള്ളൊരു എതിരുണ്ട്. അപ്പം അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾക്ക് മിലാൻ എഡിക്റ്റിൽ കോൺസ്റ്റന്റീന വിളംബരം നടത്തി കഴിയുമ്പോൾ, സഭ ഔദ്യോഗികമായി രാജ്യത്തിൻ്റെ മതമായിട്ട് തീർന്നു കഴിയുമ്പോൾ ഈ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള കണക്ഷൻ അവിടെ തുടങ്ങുകയാണ്. അത് പിന്നെ ഇങ്ങനെ ചാർലിമാൻ്റെ കാലം വരെ അതിൻ്റെ ഒരു ക്ലൈമാക്സിലെത്തും, ഒരു പാരമ്യത്തിലെത്തുന്നുണ്ട്, അതിൻ്റെ ആ ചീത്ത വശങ്ങളല്ല. അവിടെയാണ് ഈ 14th സെഞ്ച്വറിയുടെ 1300-കളിൽ ഇംഗ്ലണ്ടിലും ബെൽജിയത്തിലും ഒക്കെ ഇങ്ങനെ കർഷകരുടെ സമരം, നെയ്ത്തുകാരുടെ സമരം, അങ്ങനെ ഈ അടിസ്ഥാന വർഗത്തിൽ ജീവിക്കുന്ന ആളുകളുടെയൊക്കെ സമരങ്ങൾ, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നു. പിന്നീട് അത് ഒരു പൊളിറ്റിക്കൽ റൈറ്റായിട്ടൊക്കെ മാറുന്ന തരത്തിലേക്ക് ഈ ചർച്ചിൻ്റെ എല്ലാ തരത്തിലും ചർച്ചാണ് അതീശത്വം പുലർത്തിയിരുന്നത്. സ്കൂളായാലും വിദ്യാഭ്യാസ സമ്പ്രദായമായാലും ആരോഗ്യ സംവിധാനമായാലും എല്ലാം ചർച്ചായിരുന്നു അതോറിറ്റി. അവിടെ നിന്ന് പതിയെ ഒരു മാറ്റം വരാൻ തുടങ്ങി. ഇപ്പം ആർട്ടിലാണെങ്കിൽ ഡാൻറ്റയുടെ ഡിവൈൻ കോമഡി, പിന്നെ ഈ മറ്റു വർക്കിൽ നമ്മുടെ മൈക്കലാഞ്ചലോയുടെ ക്രിയേഷൻ, അതിൽ ആദാമും ദൈവവും ഒരേപോലെ ശക്തിയുള്ള ആളുകളാണ്. അപ്പം ഗോഡ് സെൻറ്റേർഡ് വേൾഡ് വ്യൂവിൽ നിന്ന് പയ്യെ ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ട് വേൾഡ് വ്യൂ മാറുകയാണ്. പ്രത്യേകിച്ചും റിഫർമേഷൻ്റെയും റിനൈസൻസിൻ്റെയും എൻലൈറ്റൻമെൻറ്റിൻ്റെയും ഒക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ സെക്കുലറൈസേഷനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഇമ്മാനുവൽ കാൻറ്റിൻ്റെ റാഷണലിസം ഉണ്ട്, ഹേഗൽ മുതൽ മാർക്സ് വരെയുള്ളവരുടെ കമ്മ്യൂണിസം ഉണ്ട്. ഇതല്ല അപ്പം ഹേഗലിനെ കുറിച്ച് പറയാറുള്ള കൗതുകകരമായൊരു കാര്യം, ഹേഗൽ ഈ ജനസിസ് 1:26 ഒരു ചെറിയ മാറ്റം വരുത്തി എന്ന് പറയാറുണ്ട്. മാൻ ക്രിയേറ്റഡ് ഗോഡ് ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ആന്ത്രോപോമോർഫിക് ഗോഡ് കോൺസെപ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴും തുടരുന്നത്. കാരണം നമ്മളുടെ ഒരു ജനപ്രിയ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മതം, ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു ജീവനോപാധിയായിട്ട് മാറിയിട്ടുണ്ട്, നമുക്കെല്ലാം തരുന്ന ഒരാൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക്. അത് ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രൊട്ടസ്റ്റന്റാനിസത്തിൽ നന്നായിട്ടുണ്ട് താൻ, അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ബേസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും 1648 ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ എന്ന് പറഞ്ഞിട്ടൊരു ഉടമ്പടിയുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് സെക്കുലർ എന്നുള്ളൊരു വാക്ക് തന്നെ രൂപപ്പെട്ടു വരുന്നത്. കാരണം റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ വേറെ, സെക്കുലർ ആയിട്ടുള്ള ആളുകൾ വേറെ. കാരണം അവിടുത്തെ ട്രീറ്റിയിൽ അതിനു മുമ്പുള്ള ഒരു തീരുമാനം വരുന്നത്, രാജാവ് കത്തോലിക്കനാണെങ്കിൽ രാജ്യത്തുള്ളവരെല്ലാം കത്തോലിക്കനാവും, രാജാവ് പ്രൊട്ടസ്റ്റൻ്റ് ആണെങ്കിൽ രാജ്യത്തുള്ളവന് പ്രൊട്ടസ്റ്റൻ്റ് ആവും. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. അതിന് ഒരു ഉടമ്പടി ഉണ്ടാവുകയും അവിടെ ഈ റിലീജിയസ് സെക്കുലർ എന്നുള്ളൊരു വേർതിരിവ് വരിക. അപ്പോൾ ദൈവമില്ലാത്തവരൊരു പക്ഷത്താവുന്നു, ദൈവമുള്ളവർ വേറൊരു പക്ഷത്താവും. അപ്പോൾ ഈ റിലീജിയസ് സെക്കുലർ ഇവിടെ അല്ല തുടങ്ങിയിരിക്കുന്നത്. 1st സെഞ്ച്വറിയിൽ ക്ലെമൻ്റ് ഓഫ് റോമിൻ്റെ തിരുമേനി തന്നെ പറയുന്നുണ്ട്, ലൈറ്റ് ടു ബ്രൈറ്റിനകത്ത് പറയുന്നുണ്ട്, ക്ലെമൻ്റ് ഓഫ് റോം ഫസ്റ്റ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഈ പറയുന്ന ക്ലെറിക്കോസും ലൈക്കോസും എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ 4th സെഞ്ച്വറിയിൽ നമ്മുടെ ആഫ്രോ ഏഷ്യൻ സന്യാസ പാരമ്പര്യങ്ങളിൽ ദേറ ഒൽമോ, ദേറാക്കാർ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ, ദേറാക്കാരായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, ഒൽമോ എന്ന് പറഞ്ഞാൽ വേൾഡിൽ, അൽമായർ എന്ന് നമ്മളിപ്പോൾ പറയുന്ന ആ ഒരു വാക്ക്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് പിന്നെ ലാറ്റിനിൽ വരുമ്പോഴാണ് സെക്കുലം, റിലീജിയസ് അല്ലെങ്കിൽ റെഗുലാരീസ്, റിലീജിയസ് എന്നുള്ളൊരു വാക്കിലേക്കൊക്കെ വരുന്നത്. അപ്പം ഇതാദ്യം മുതലേ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു അർത്ഥത്തിൽ ദൈവമില്ലാത്തവർ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർ, യുക്തിക്ക് പ്രാധാന്യം നൽകുന്നവർ എന്നുള്ളൊരർത്ഥത്തിലേക്ക് ഇതിന് വരും. തിരുമേനി ഇതിനെ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ പരിമിതി പറയുന്നതാണ് നമുക്ക് കൗതുകം തോന്നുന്നത്. തിരുമേനി അതിൻ്റെ ലിമിറ്റേഷൻ പറയുന്നത്, ഒന്ന്, ഈ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാവുന്ന ലോകം മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണ അവർക്കുണ്ട്. ഒരു എംപിരിക്കൽ വേൾഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. രണ്ടാമത്, വെസ്റ്റേൺ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഈ ഒരു ലോജിക്കൽ റീസണിങ്, ന്യായയുക്തത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കാൻ പറ്റുന്ന ഒന്നാണെന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. അതുകൊണ്ടാണ് തിരുമേനി ഈസ്റ്റേൺ എൻലൈറ്റൻമെൻറ്റിനെ ആ ബുക്കിൽ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ബുദ്ധൻ്റെ പ്രബുദ്ധതയൊക്കെ ഭംഗിയായിട്ട് അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാരതത്തിൻ്റെ നല്ല ഒരിടത്തെയും വർഗീയവാദങ്ങൾക്ക് ഒരു ആത്യന്തിക റെമഡിയായിട്ട് ഈ പറയുന്ന സെക്കുലറിസത്തെ, ഈ പറയുന്ന സോ കോൾഡ് സെക്കുലറിസത്തെ നമുക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കാനാവുന്നില്ല എന്ന് തിരുമേനി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. Mark Gregorius, he rightly says that our constitutional commitment as a nation is to be a sovereign, socialist, secular, democratic state, not to the process of secularization or to the ideology of secularism. What is our constitutional commitment? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നൊരു സംഗതിയാണ്, ഭരണഘടനാപരമായ ധാർമ്മികത. അത് സഭയിലായാലും സമൂഹത്തിലായാലും എല്ലാം ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആളുകൾ അവരൊരു ധാർമ്മിക മൂല്യം അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇനി ഒരു കാലത്ത് ഈ ഭരണഘടന ഉപയോഗിക്കുന്ന ഭരണാധികാരികൾ ഇത് നിർമ്മിച്ച ആളുകളുടെ അടുത്തേയും ചിലപ്പോൾ ദർശനമുള്ളവരായിരിക്കണമെന്നില്ല. ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവും. ഭരണഘടനാപരമായ ഒരു ധാർമ്മികത പുലർത്തേണ്ടത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ സംഗതിയാണ്. ചില വ്യക്തി താല്പര്യങ്ങളോ ചില സംഘടനകളുടെ താല്പര്യങ്ങളോ ഈ ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കൃത്യമായ ഈ മൂല്യങ്ങൾ ഇതിനകത്ത് വിവക്ഷിക്കുന്നതും. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയൊരു ഭരണഘടനയാണ്. കാരണം എനിക്ക് തോന്നുന്നു ആദ്യം 35-ലെ യൂണിയൻ സിവിൽ കോഡ് എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വിശാലമായ, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ വിശാലമായൊരു ഭരണഘടനയാണ്. അപ്പോൾ ഈ ഭരണഘടനാപരമായ ധാർമ്മികത സൂക്ഷിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതുണ്ടാവാതിരിക്കാൻ, വ്യക്തി താല്പര്യങ്ങൾ ഒരിക്കലും സമൂഹ താല്പര്യത്തെ, രാജ്യ താല്പര്യത്തെ ഹനിക്കാതിരിക്കാനായിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉണ്ടായിരിക്കണമെന്നുള്ളത് അവർ വിഭാവനം ചെയ്തപ്പോൾ തിരുമേനി ഇപ്പം വളരെ ക്ലിയർലി നമ്മളോട് സെക്യുലറിസം, ദൈവത്തിൽ വിശ്വസിക്കാത്തവർ, അങ്ങനെ ഒരു കാറ്റഗറിയെ പറ്റി സംസാരിച്ചു. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ലോകമെമ്പാടും മറ്റു മതസ്ഥരുമായിട്ട് ഡയലോഗിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തിരുമേനി ഡയലോഗിൽ ഏർപ്പെട്ട ഒരു സമൂഹം കൂടെയാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തവരുമായിട്ടൊരു ഡയലോഗിലൂടെ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു റിലീജിയസ് ലീഡറിന് സാധിക്കുന്നത്? തിരുമേനിയുടെ ആ ഒരു വിശാല മനസ്ഥിതി എന്ന് പറയുന്നത്, കാരണം തിരുമേനിയുടെ ഏതോ എഴുത്തുകളിലും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, തിരുമേനി പറയുന്നുണ്ടല്ലോ, ഇന്ത്യയിൽ ബുദ്ധിസവും ജൈനിസവും ഒക്കെ വളരെ പ്രബലമായി നിന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ ചാർവാക സിദ്ധാന്തമുണ്ട്. മെറ്റീരിയലിസമാണ് പ്യുവർലി. തിരുമേനി അതിനോട് എനിക്ക് അഭിമുഖ്യമില്ല എന്ന് തിരുമേനി ഒരു പ്രസംഗത്തിൽ പറയുന്നുമുണ്ട്. പ്യുവർ മെറ്റീരിയലിസമാണ്. പക്ഷേ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു മത മേലധ്യക്ഷൻ എന്നുള്ള നിലയിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഇത്രയും ഇൻക്ലൂസീവായിട്ട് ചിന്തിക്കുന്നതെന്ന് എൻ്റെ ഒരു വിചാരം. കാരണം ഇന്ത്യയിൽ ഇത്രയും ടോളറൻസ് ഉണ്ടായിരുന്ന എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു രാജ്യമില്ല. ഈ മണ്ണിൻ്റെ ഒരു സ്വഭാവം അതാണ്. കാരണം ഇന്ത്യ ആരെയും ഇതുവരെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു 47-ന് ശേഷമാണ് ഇന്ത്യ യുദ്ധം തുടങ്ങിയത്. ഇന്ത്യ ഒരു ഇമ്പീരിയലിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടാത്ത ഒരു രാജ്യമാണ്. അത്രയ്ക്ക് പാസീവായിട്ട്, അത്രയ്ക്ക് സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആര് വന്നാലും സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ മണ്ണിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആത്യന്തികമായ തിരുമേനിയിൽ അങ്ങനെ ഒരു സഹജമായ സ്വഭാവം കാണും. പിന്നെ കാലടി ശങ്കരാചാര്യരുടെ സ്ഥലത്തിനടുത്താണ് തിരുമേനിയുടെ വീട്. അപ്പോൾ
ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചു വളർന്ന, കുറേ കാലം മുമ്പ് ജനിച്ചു വളർന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന ഈ എന്താ പറയുക, സങ്കുചിതത്വമില്ലായ്മ എന്ന് വേണേൽ പറയും. ഇപ്പോഴത്തെ ഒരു നാരോ മൈൻഡഡ്നെസ് വളരെ കുറവാണ്. അത് തിരുമേനിയെ സഹായിച്ചിട്ടുണ്ടാകും. പിന്നെ തിരുമേനിയുടെ വായനകളും അറിവുകളും ശരിക്കും തിരുമേനി എപ്പോഴും പറയുമല്ലോ, ഫണ്ടമെൻ്റലായിട്ട് ക്രിസ്തീയ വിശ്വാസമാണ് എൻ്റെ ആധാരമെന്ന് തിരുമേനി എപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ആ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ വെയിലും മഴയും ഉദിപ്പിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. ഒരാൾ ദൈവമില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ വ്യക്തിപരമായൊരു നിരീക്ഷണം ഞാൻ പറയുവാണ്, നമ്മൾ സങ്കല്പിക്കുകയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ ചിലപ്പോൾ അയാൾ വിശ്വസിക്കുന്നില്ല എന്നേ ഉണ്ടായിരിക്കുള്ളൂ. അയാൾക്ക് അയാളുടേതായ ചില വിശ്വാസങ്ങളും ഉറപ്പുകളും ബോധ്യങ്ങളും കാണും. കാരണം ഒരു കൺവിക്ഷൻ ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ പറയുകയാണ് ഇങ്ങനെയാണ് ദൈവം, അത് അയാൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതിനെ നമ്മൾ എന്തിനാണ് നിരാകരിക്കുന്നത്? നമ്മൾ ആയ വ്യക്തി എന്തിനാണ് നമ്മൾ നിരാകരിക്കുന്നത്? അയാൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണമല്ലോ. ഇപ്പം നമ്മൾ ശരിക്കും ഭയപ്പെടുകയാണ്. നമ്മൾ ഭയപ്പെടുന്നതെല്ലാം, ഞാനിപ്പോൾ ഇത് തുറന്നു പറയുവാണ്, നമ്മളിപ്പോൾ ആളുകളിപ്പോൾ ഈ ഒരു മതാതീത ആത്മീയത എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതായത് പള്ളിയോ മതമോ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, നന്മയിൽ വിശ്വാസമുണ്ട്. ദൈവമെന്ന് പോലും പറയുന്നില്ല ചിലപ്പോൾ. സത്യത്തിൽ വിശ്വാസമുണ്ട്, നന്മയിൽ വിശ്വാസമുണ്ട്. അത് പോരെ, നമ്മൾ ട്രൂത്ത്ഫുള്ളായിട്ട് ജീവിച്ചാൽ പോരെ, നല്ല ഡീഡുകൾ ചെയ്ത് ജീവിച്ചാൽ പോരെ ചോദിക്കുന്നുണ്ട്. അല്ല, അപ്പോൾ അവിടെ നമുക്ക് നമ്മളുടെ ഒരു ഉത്തരമായിട്ട് നമുക്ക് ചിലപ്പം പറയാൻ പറ്റുന്നത്, ഈ മതാതീതമായ ഒരു ആത്മീയത എന്ന ആളുകൾ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഒരുപക്ഷെ അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, നമ്മളിലാണ് വിശ്വാസം ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ഈ ഫിലിമിൽ പറയുന്ന പോലെ നമ്മൾ റോങ് നമ്പർ ആയതുകൊണ്ടാണോ, നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണോ എന്ന് പോലും തോന്നിപ്പോകും. ശരിക്കും നമ്മളിപ്പോൾ ഈവാനിസ്വരിമേനിയൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതിയുണ്ട്. അദ്ദേഹമൊക്കെ വളരെ റിലീജിയസ് ആയിരുന്നു നമ്മളുടെ യുവാക്കനുസരിച്ച്. അപ്പം വളരെ നിഷ്ഠാബദ്ധമായൊരു ജീവിതം എന്തുകൊണ്ട് നയിക്കുന്നു? അപ്പം നമുക്ക് തോന്നുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ നമസ്കാരങ്ങളെല്ലാം കൃത്യസമയത്തൊക്കെ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി അതിനേക്കാൾ ഹയർ ആയല്ലോ. എന്നിട്ടും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടെ മതിയല്ലോ. പക്ഷേ നമ്മൾ അടുത്തൊരു ജനറേഷന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, നമ്മൾക്കൊരു രോഗമുണ്ട്, അദ്ദേഹം നമുക്ക് മരുന്ന് തരുന്നു, നമ്മളത് കഴിക്കുന്നു, നമുക്കതിനോട് ഫലമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഡോക്ടറെ അടുത്ത് പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയൊക്കെ കുറേ നാളായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, നോയമ്പ് നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വലിയ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഒന്നും കാണുന്നില്ല. ഈ പ്രസംഗിക്കുന്ന നമുക്കും പ്രത്യേകിച്ച് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് കാണുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് ദെൻ വൈ ഷുഡ് ഐ ഗോ ടു ചർച്ച്? അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന ഒരു കാപട്യമാണ്. തിരുമേനിയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഉള്ള കാര്യം ഉള്ളതുപോലെ ആരോട് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ആ ധൈര്യത്തിൻ്റെ പിന്നിൽ അവർ സത്യസന്ധമായിട്ടാണ് ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തിരുമേനിയുടെ ഈ ഒരു വിശാല വീക്ഷണത്തിൻ്റെ അടിസ്ഥാനം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വളർന്ന പശ്ചാത്തലം, ഈ നാടിൻ്റെ പുണ്യം, അദ്ദേഹത്തിൻ്റെ വായനയുടെ അറിവിൻ്റെയും ലോകം, പരമപ്രധാനമായിട്ട് അദ്ദേഹത്തിൽ ആവസിച്ചിരുന്ന ദൈവകൃപ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം സാധ്യമായത്. തിരുമേനി, ദൈവശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ തിയോളജിയൻസ് പുസ്തകത്തിലൂടെയും മറ്റ് വ്യക്തികളെ നോക്കിയും ദൈവശാസ്ത്രം മനസ്സിലാക്കുവാൻ ഉള്ള ഒരു 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 അപ്രോച്ചും പെർസ്പെക്റ്റീവ്സും പലയിടങ്ങളിൽ ഡെവലപ്പായി വരുന്നുണ്ട്. അതായത് ഒരു ദൈവശാസ്ത്രം, ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ ചില വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങളോ ഇൻ്റലക്ച്വൽ എക്സസൈസിലൂടെ സാധിക്കുവാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. എന്നാൽ തിരുമേനി ആദ്യം പറഞ്ഞതുപോലെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹം ഇൻ്റലക്ച്വൽ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നെങ്കിലും അതേപോലെ തന്നെ ആരാധന ജീവിതവും പ്രാർത്ഥനാ ജീവിതത്തിൽ അടിസ്ഥാനമായിരുന്നു. അപ്പം അതുകൊണ്ടല്ലേ അദ്ദേഹം ഇത്രമാത്രം ലോകത്തെ അറിഞ്ഞതും ലോകത്തിൻ്റെ ദൈവികമായി ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുവാൻ സാധിച്ചത്? കാരണം അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു ജ്ഞാനമുണ്ട് പുസ്തകങ്ങൾക്കപ്പുറത്ത്. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ദൈവം തരുന്ന ഒരു അറിവുണ്ട്. അതുകൊണ്ട് മാത്രമേ നമുക്കിതിൻ്റെ എല്ലാം പരസ്പര ബന്ധം കുറേയെങ്കിലും മനസ്സിലാവുള്ളൂ. എത്ര പഠിച്ചാലും പഠിച്ചതിലേറെ ഉണ്ട് ലോകത്തിൽ ബാക്കി.
അപ്പോൾ ഈ തിരുമേനിയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ദ മൗണ്ടൻ ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ബുക്കിലെ നിങ്ങൾ ബൈബിള് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിള് അച്ഛൻ പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് പഠിച്ചവരുടെ അടുത്ത് പോയല്ല പഠിക്കേണ്ടത്, ബൈബിൾ പ്രാക്ടീസ് ചെയ്തവരുടെ അടുത്ത് പോകണമെന്ന് പറയും. സയൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിൾ പഠിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ബൈബിൾ നിങ്ങൾ ഡിഗ്രിക്ക് വേണ്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ബൈബിൾ എന്താണ്, അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് അറിയണമെങ്കിൽ ബൈബിൾ പ്രാക്ടീസ് ചെയ്തവരെടുത്തുകൊണ്ട് പോകണം. പ്രീച്ച് ചെയ്തവരെടുത്ത് പോയിട്ടും കാര്യമില്ല, ടീച്ച് ചെയ്തവരെടുത്ത് പോയിട്ടും കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ആരും ചെറുതാക്കിയിട്ടല്ല പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ അതിൻ്റെ സത്ത മനസ്സിലാവും, എസൻസ് മനസ്സിലാവും നല്ല ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന്. Triveni, do you think that the noble and sentimental ideas in religions are restricted to a particular section, while the other section is more aggressive, greedy? വിശ്വാസം എന്ന് പറയുന്നതും ഈ സംവിധാനം എന്ന് പറയുന്നത് അത് ഒരു സെക്ഷന് മാത്രമായിട്ട് ലിമിറ്റഡും മറ്റുള്ളവർക്ക് മറ്റൊരു ഉദ്ദേശങ്ങളും. അപ്പം ഇത് ഈ ഒരു കാര്യം കോൺട്രഡിക്ടറി ആയിട്ട് ഒരേ മതത്തിൽ തന്നെ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? പോപ്പുലർ റിലിജിയനും ഉണ്ട്, ഫിലോസഫിക്കൽ റിലിജിയനും ഉണ്ട്. എല്ലാ മതത്തിനും ഈ രണ്ട് പാർട്ടും ഉണ്ട്. അത് റിയാലിറ്റിയാണ്. ഈ ഫിലോസഫിക്കൽ റിലിജിയൻ എപ്പോഴും അത് മൊണാസ്ട്രികളിൽ കൂടിയോ സെമിനാരികളിൽ കൂടിയോ വളരെ ചെറിയ ഗുരു പരമ്പരകളിൽ കൂടിയോ ഒക്കെ ഇങ്ങനെ അതിൻ്റെ പ്രിൻസിപ്പിൾസും താത്വിക വശവും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ അതിലൂടെ ഇങ്ങനെ പതിയെ പതിയെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം സംഘടനാപരമായിട്ട് മതങ്ങളും സഭകളും വളരുന്നതനുസരിച്ച് അതിനകത്ത് ഒരുപാട് മാലിന്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പുഴ അങ്ങ് മലയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ എത്ര ശുദ്ധമായിട്ടാണ്, പക്ഷെ വലിയ നദിയായി കഴിയുമ്പം വഴിയിലെ സൈഡിൽ എല്ലാ മാലിന്യങ്ങളും ഉണ്ട്. പക്ഷെ അത് പുഴയാണ്, ആരംഭം അവിടെ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ പോപ്പുലർ റിലിജിയനകത്ത് നമുക്കിപ്പം ഹയറാർക്കിക്കൽ ഓർഡറുകൾ വേണം, ബിഷപ്പ് വേണം, പ്രീസ്റ്റ് വേണം, ഇതെല്ലാം വേണം. അതേസമയം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. വ്യക്തിയുടെ സ്പിരിച്വാലിറ്റിക്ക് അപ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പോൾ അവർ വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ വേറെ അതൊരു സംഘടനാപരമായ നിലനിൽപ്പിൽ ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ സംഘടനയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിലാണ് ചിലപ്പോൾ ഈ സഭയുടെ കേസ് പോലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അത് ഒരു പൂർണ്ണമായും തെറ്റ എന്ന് പൂർണ്ണമായും ശരി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. കാരണം സഭ ഇപ്പോൾ ഈ സമൂഹമായി നിലനിൽക്കണമെങ്കിൽ ഇപ്പം ഭരണഘടന എന്ന് പറയുന്നത് നിലനിൽക്കണം, അതുണ്ടെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിന് സുസ്ഥിരമായൊരു നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ പോലും സമീപകാലത്ത് സഭയിൽ നടക്കുന്ന തർക്കങ്ങൾ പോലും അതിൻ്റെ ഭരണഘടനാപരമായ വിഷയത്തെ സംബന്ധിച്ചാണ്. അതായത് ജനാധിപത്യം ഈ സഭയിൽ ഉള്ളത് കൊണ്ടാണ് ഈ തർക്കങ്ങൾക്കൊരു സ്പേസ് ഉള്ളത്, അല്ലെങ്കിൽ അതില്ല. അപ്പോൾ നമ്മൾ അതിനെ പോലും തീർത്തും നിഷേധാത്മകമായിട്ടല്ല കാണേണ്ടത്, വളരെ പോസിറ്റീവായിട്ട് കാണണം. എല്ലാ തരത്തിലും എല്ലാ സംഘടനകളിലും ഒരു ഇൻറ്റേർണൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ജനാധിപത്യമുണ്ട്, ശക്തമായ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അത് അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുടെ മാന്യതയില്ലായ്മ ചിലപ്പോൾ അതിനെ ബാധിച്ചെന്നിരിക്കും. അത് നമ്മൾ കാര്യമാക്കേണ്ട, അത് അവരുടെ പ്രശ്നമാണ്. അവർ പറയുന്ന വാക്കിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ മോശമാണെങ്കിൽ അത് അവരുടെ ഒരു നിലവാരം എന്ന് മാത്രം നമ്മൾ വിചാരിക്കുക. പക്ഷേ അവരതിനകത്ത് പറഞ്ഞതിനകത്ത് കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം. തിരുവൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റി കേൾക്കുമ്പോൾ അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ആദ്യം പലരും നമ്മളോട് പറയുന്നതും നമ്മൾ കാണുന്നതും. അദ്ദേഹം പലർക്കും വായിക്കുവാനുള്ള ഒരു പ്രേരണയെ മാറുകയും മറ്റെല്ലാവർക്കും പുസ്തകങ്ങൾ കൊടുക്കുകയും തിരുമേനി വളരെയധികം എഴുതുകയും പേഴ്സണലി തിരുമേനിയുടെ പുസ്തകങ്ങളൊക്കെയും കേരള സമൂഹത്തിന് വളരെ ഇൻഫ്ലുവൻഷ്യലാണ് തിരുമേനിയുടെ പുസ്തകങ്ങളൊക്കെയും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വായനയിലൂടെ കുറേ കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അപ്രോച്ച് ഡിഫറെൻ്റായി വരികയാണ്. ഇന്ന് ഡിജിറ്റൽ വേൾഡ് ഉള്ളത് കൊണ്ട് മിസ് ഇൻറ്റർപ്രിട്ടേഷനും കോൺസെൻട്രേഷൻ കുറവുകളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. തിരുമേനിക്ക് എന്താണ് തോന്നുന്നത്? ഹൗ ക്യാൻ വി റീഗെയിൻ ദ ട്രൂ ആർട്ട് ഓഫ് റീഡിങ്? തിരുമേനിയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട്, ഞാൻ സെമിനാരിയിൽ പഠിക്കാൻ ചെല്ലുമ്പം തിരുമേനി ഞാൻ നേരിട്ട് തിരുമേനിയുടെ പ്രസംഗങ്ങൾ കേൾക്കുകയോ അങ്ങനെ ഒന്നും ക്ലാസ്സിലിരിക്കുകയോ ചെയ്തിട്ടുള്ള ആളല്ല.
സെമിനാരിയിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ആദ്യം നോട്ട് എടുക്കുന്ന ഡയറി, അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കയ്യിൽ ഉള്ള സമ്പാദ്യം എൻ്റെ നോട്ട് ബുക്കുകളാണ്. അപ്പം ആ ഡയറി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ഡയറിയുടെ ആദ്യത്തെ പേജ് പൗലോസ് ഗ്രിഗോറി സിൽവൻ്റെ ഒരു പടമാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തിരുമേനിയുടെ ഒരു കൊട്ടേഷനാണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യന് ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായാൽ പിന്നെ അയാളെ ദൈവം ഉപയോഗിക്കുന്നതിന് കണക്കില്ല. അപ്പോൾ അതാണ് എൻ്റെ ആദ്യ ഡയറിയിലെ ആദ്യത്തെ ഒരു പേജ്, ഒരു വരിയും ഫോട്ടോയും ആ ഡയറി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തിരുമേനിയുടെ ആ സ്വാതന്ത്ര്യ ദീപ്തി എന്ന് പറയുന്ന പുസ്തകമൊക്കെ പയ്യെ എടുത്താണ് ഞാൻ ഈ നോട്ട് എഴുതി തുടങ്ങിയത്. അപ്പം അങ്ങനെയാണ് തിരുമേനിയായിട്ടുള്ള എൻ്റെ വായനാബന്ധം. പിന്നെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് രണ്ട് ലേഖനങ്ങളൊക്കെ നമ്മുടെ ജോയ്സൊക്കെ തന്നു, ജോയ്സ്, കുര്യൻ തോമസ്, അവരൊക്കെ ഒന്ന് രണ്ട് ലേഖനങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നു സെമിനാരി പഠിക്കുന്ന സമയത്ത് തന്നെ. അപ്പം അന്ന് നമ്മൾക്ക് ഈ വാക്കുകൾ പകുതി നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഡിക്ഷണറി വെച്ചാൽ ഇത് എത്ര ദിവസം എടുത്താലാണ് ഒരു പേജ് കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ ഈ മനുഷ്യൻ ടഫാണെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും അറിയേണ്ട ആളാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ കേഞ്ചോറച്ചിന് മാത്രമേ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് അതിനെ സമീപിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് ഈ വായനയിലേക്ക് പ്രേരിപ്പിക്കാൻ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു സംഗതിയാണ്. അപ്പം വായന എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ കഴിക്കുക, അപ്പോൾ നമ്മൾ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റും. അനാവശ്യമായിട്ട് നമ്മൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റുള്ളതൊക്കെ കാണും, പക്ഷെ അത്ര നല്ലതാകണമെന്നില്ല. പക്ഷേ ആ വായനയുടെ ആദ്യ ഘട്ടത്തിൽ നമ്മളെല്ലാം വായിക്കും, കൈ കിട്ടുന്ന എല്ലാം വായിക്കും. പതിയെ നമ്മളുടെ എല്ലാവരുടെയും ഓരോ മനുഷ്യൻ്റെയും നേച്ചറിന് ചേർന്ന രീതിയിൽ ചില ടോപ്പിക്കുകളുണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ പയ്യെ അതിലേക്ക് അങ്ങ് ആവും, പതിയെ ആവും. പിന്നെ വായന ശീലം എന്ന് പറയുന്നത് അതിങ്ങനെ ബോധപൂർവ്വം സൃഷ്ടിക്കേണ്ട ഒന്നുമല്ല, അത് നമുക്ക് പതിയെ ഒരു ഹാബിറ്റായിട്ട് അങ്ങ് മാറുകയാണ്. ഇപ്പം ആളുകളിപ്പോൾ ചോദിക്കും ഇപ്പോൾ സമയം കിട്ടുന്നുണ്ടോ, പക്ഷെ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടെന്ന്. എല്ലാവർക്കും 24 മണിക്കൂർ ഒരുപോലെ ഉണ്ട്. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് കാര്യങ്ങൾ പോവുക. പിന്നെ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൗകര്യമുണ്ട്, ഓഡിയോ ബുക്കുകൾ എത്രയോ ഉണ്ട്. അപ്പം നമ്മൾ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോഴോ ഒക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സമയം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ബുക്ക് വായിച്ച് ശീലിച്ച് വന്ന ആളുകളായതുകൊണ്ട് ബുക്ക് തന്നെ വായിക്കാൻ കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്. അതിൽ ഇങ്ങനെ 2 വരയൊക്കെ വരയ്ക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വായന എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായി അയാളുടെ വളർച്ചയ്ക്ക്, ഒരു ആന്തരിക മനുഷ്യൻ്റെ ബലപ്പെടലിന്, ഒരു ഇന്നർ സ്ട്രെങ്തിന് ഒരാളെ സഹായിക്കുന്ന സംഗതിയാണ്. കാരണം ജീവിതത്തിൽ നമുക്ക് പണം ഉണ്ടെങ്കിലും സ്ഥാനമുണ്ടെങ്കിലും സ്വാധീനമുണ്ടെങ്കിലും ഇതെല്ലാം ഇറലവൻ്റ് ആവുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെ പിടിച്ചു വയ്ക്കുന്നത് ചില സ്വപ്നങ്ങളിൽ, ചില ആശയങ്ങളിൽ, ചില വിശ്വാസങ്ങളിലൊക്കെയാണ്. അങ്ങനെ ചില സംഗതികളൊക്കെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത് ഈ വായനയെ കൂടെയാണ്. ഒന്നുകിൽ സഞ്ചാരം ഉണ്ടാവണം, അല്ലെങ്കിൽ വായനയിലൂടെയുള്ള സഞ്ചാരം ഉണ്ടാവണം, മനുഷ്യരോട് നിരന്തരം ബന്ധപ്പെട്ടിരിക്കണം. മനുഷ്യാനുഭവങ്ങളെന്ന് പറയുന്നത് ഒരു പുസ്തകത്തേക്കാൾ വലുതാണ്. ഒരു മനുഷ്യനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി, ഒരു പുസ്തകം വായിക്കുന്നത് പോലെ. ഒരു യാത്ര ചെയ്താൽ മതി, ഒരു പുസ്തകം വായിക്കുന്നത് പോലെ. അപ്പം ഏത് തരത്തിലും ഈ പറയുന്ന ആശയങ്ങൾ, സ്വപ്നങ്ങൾ, വിശ്വാസങ്ങളൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ നിറച്ചു വയ്ക്കുക. ചില സമയത്ത് അത് പ്രയോജനപ്പെടുന്നുണ്ട്, അതേ പ്രയോജനപ്പെടും. തിരുമേനി, ഇതുമായിട്ട് അതല്ലാതെ ഒരു ചോദ്യം കൂടെ ഞാനത് എഡിറ്റ് ചെയ്തോളാം. തിരുമേനി പല യാത്രകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ പൗലോസ് മാർ ഗ്രിഗോറി സിൽവൻ ലോകമെമ്പാടും യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ തിരുമേനി ഇപ്പോൾ പറഞ്ഞതുപോലെ പല പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്താണ് അവിടുന്ന് ലഭിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ഈ നമ്മുടെ ഈ ജേണിയിൽ നമുക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ജേണീസ് വന്നാൽ അത് എത്രമാത്രമാണ് ട്രാൻസ്ഫോർമേറ്റീവ് ആവാൻ, അതിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ യാത്ര പോകുമ്പം ഒരുപാട് കാഴ്ചകൾ കാണും. ചില കാഴ്ചകൾ നമ്മളെ ദർശനത്തിലേക്ക് നയിക്കും. നമ്മൾ ഗംഗയുടെയൊക്കെ തീരത്ത് ആ ചിതയൊക്കെ ഇങ്ങനെ കത്തുമ്പോഴേ
പാതി വെന്ത് കിടക്കുന്ന ശവങ്ങൾ, പാതി കത്തിയിരിക്കുന്ന ചിതകൾ, അവിടെ പോയി സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ തപ്പിയെടുക്കുന്ന മനുഷ്യരുണ്ട്. ഒരു വശത്ത് മരണം, മറുവശത്ത് ജീവിതം ആരംഭിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ. നമ്മൾക്ക് എവിടെ നോക്കിയാലും അറിവുണ്ട്, ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും. കാരണം എവിടെയും ദൈവമുണ്ട്, ആ ദൈവ സാന്നിധ്യമുണ്ടല്ലോ, ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ എല്ലായിടത്തും അറിവുണ്ട്. അതുകൊണ്ട് കാഴ്ചകളെ വെറും കാഴ്ചകളായിട്ട് കാണാതെ ഉൾക്കാഴ്ചകളായിട്ട് കാണാൻ ശ്രമിച്ചാൽ മതി. Thank you, Triveni. Thank you so much Okay, for the interview. ഈ ഒരു സംരംഭം വളരെ കൗതുകകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ച് എത്ര വായിച്ചാലും എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തെ കൂടുതൽ അറിയാനോ പഠിക്കാനോ ഉള്ളൊരു ശ്രമം നമ്മുടെ തിരുമേനി ആയതുകൊണ്ടാണോന്നറിയില്ല, നമ്മളുടെ ഭാഗത്തുനിന്ന് വളരെ കുറവാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരുമേനിയുടെ വിചാരലോകത്തിൻ്റെ വിപുലതയെക്കുറിച്ച് കുറേയെങ്കിലും നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകൾ തിരിച്ച് പല ആളുകളിൽ നിന്ന്, വളരെ ആഴമുള്ള ആളുകളിൽ നിന്ന് തന്നെ അറിവുകൾ ശേഖരിച്ച് ഒരു സമാഹാരമായിട്ട് ഇങ്ങനെ നമുക്ക് സമ്മാനിക്കാനായിട്ട് നമ്മുടെ ഷിനു അച്ഛൻ കാട്ടുന്ന ഈ ഒരു പരിശ്രമം യഥാർത്ഥത്തിൽ ഒരുപാട് അഭിനന്ദനാർഹമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇതിൻ്റെ പിന്നിലെടുക്കുന്ന ഒരു പരിശ്രമം ഒരു വലിയ ഗുരുദക്ഷിണയായിട്ട്, തിരുമേനിക്ക് തന്നെ ഗുരുദക്ഷിണയായും അത് അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായിട്ടും തീരുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് സഭയ്ക്ക് പൊതുവായും സമൂഹത്തിന് പൊതുവായും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകമായിട്ടും അച്ഛനെയും അച്ഛൻ്റെ കൂടെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു.